Ladies and gentlemen, Alice, welcome back to yet another video. We are reacting to Vara 2. Friends of someone, aka Adarsh, says, bro, Vara 2 trailer, try Ak. That's what we are going to do. Shazam's review ഒക്കെ വന്നിട്ടുണ്ട് 12 hours ago. നല്ല കിടലം പടം എന്നൊക്കെ പറയണം, നോക്കാം. ഞാൻ ആക്ച്വലി ആദ്യം വിചാരിച്ചത് ഞാൻ വാഴ സിനിമ കണ്ടിട്ടില്ല. സോ ഇത് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം വാഴ സിനിമ കാണണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ വാഴ സിനിമ കണ്ടിട്ടുണ്ട്. ഫുൾ തുടക്കം ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ഹാഫ് തൊട്ട് ഒരു സെക്കൻഡ് ഹാഫിന് മുന്നേ തൊട്ട് കുറേ ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് ഇവർ വാഴത്തോട്ടമൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി. ഐ തിങ്ക് മലയാളി കുറേ ആ പ്രായത്തിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ജീവിതകഥ തന്നെയാണ് വാഴ. ബേസിൽ ജോസഫിൻ്റെ പോലീസ് റോളൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ട്. സോ ഐ സീൻ ദാറ്റ് മൂവി. ധൈര്യമായിട്ട് വാഴ 2 റിയാക്ട് ചെയ്യും. ലെറ്റ്സ് ഗോ. പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. പ്രേമത്തിന് കുഴപ്പം? പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. പ്രേമത്തിന് ശേഷം കുഴപ്പം? വെറുതെ അനാവശ്യം പറയാൻ കരുതി. നിവിൻ ഫാനാണെന്ന് തോന്നുന്നു. ഇനി മേല അവന്മാരുടെ കൂടെ ഉള്ള കൂട്ട് വേണ്ട. വേറെ വള്ളികളൊന്നും വരായിരുന്നാ നിനക്കൊക്കെ അവന്റെ ചേട്ടൻ ആരാന്നറിയോ? അവന്റെ ചേട്ടന്റെ കൂട്ടുകാരനാരാന്നറിയോ? മൊത്തം കുഴപ്പമാണല്ലോടാ. കേക്കണ്ടാ ബ്രോ? ജോയിന്റ് പിള്ളേരി വല്ലാണ്ട് അങ്ങ് വളർന്നു. ബ്രോ ഇത്തിരി ലഹരിയൊക്കെ ഒന്ന് നോണേട്ടെ. വാവ്, നൊസ്റ്റാൾജിയ. അഞ്ചാവ് ചെറുക്കൻ്റെ ഉച്ച കയറി കൂടെ ഉള്ളവരൊക്കെ അങ്ങ് പോവും. അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനൊക്കെ വേറെ ആരും കാണത്തില്ല. ഈ ട്രെയിലർ കാണുമ്പോഴേ ഇത് എന്തുകൊണ്ട് സിനിമ ഹിറ്റായെന്ന്, ഹിറ്റാവുമെന്ന്. റിലേറ്റബിളാണ് ഈ ഒരു ഇതിൽ കുറച്ച് എലമെൻസെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൺകുട്ടികൾ, മലയാളി ആൺകുട്ടികൾ ഇല്ല. പിന്നെ ഇതിലൊരു വലിയ പ്രോബ്ലവും കൂടി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും മെയിൽ ആൺകുട്ടികളുടെ കേസിൽ. ഈ ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു ഡയലോഗ് പല ആൾക്കാർ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നതാണ്. അത് അവരുടെ കുറ്റമല്ല. ഒരു പ്രായം കഴിയുമ്പോൾ ഒരു ആവറേജ് മെയിലിൻ്റെ അടുത്ത് ഒരു ലാർജ് സെറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവരുടെ നിന്ന്. സോ കോളേജ് കഴിയും വരെ ഇത് കുഴപ്പമില്ലാതെ പോകും. കോളേജ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻ വന്നു തുടങ്ങും. ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ കൂടെ പോകുന്ന പട്ടി വരെ വിളിച്ച് ചോദിക്കും, എടാ ജോലിയായില്ലേ, വീട്ടിൽ കൊടുക്കാൻ കാശില്ലേ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടി, അതുകൊണ്ട് ഞാനിത് എല്ലാം റിലേറ്റ് ചെയ്യുമെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഫേസിൽ കൂടി കടന്നു പോയ കുറേ ആൾക്കാരെ എനിക്കറിയാം. ആൻഡ് ജോലി കിട്ടിയത് കുറച്ച് ഭാഗ്യം കൂടിയാണ്. ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥയും ഏകദേശം വേറെ തന്നെ ആയിരിക്കും. പക്ഷേ എന്ന് വെച്ചാൽ ഈ ഒരു കോളേജ് കഴിയുമ്പോൾ ആ ഒരു ഫേസ്, ആ ഒരു സൊസൈറ്റി എടുക്കുന്ന എക്സ്പെക്റ്റേഷൻ, ഐ തിങ്ക് എസ്പെഷ്യലി ആ ബോയ്സിൻ്റെ കേസിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പല ആൾക്കാർക്കും അറിയില്ല. പിന്നെ ബോയ്സ് ആയതുകൊണ്ട് തന്നെ ഇമോഷണലായിട്ട് അവർക്ക് കൺവേ ചെയ്യാനും പറ്റില്ല ഇത് പലപ്പോഴും. കാരണം ലൈക്ക് ഇമോഷൻസ് കൺവേ ചെയ്യുന്ന ഒരു ബോയുടെ ലക്ഷണമല്ല എന്ന് ഓൾറെഡി ഒരു ലേബലുണ്ട്. അതുകൊണ്ട് ഈ തെറാപ്പി എടുക്കാനോ അല്ലെങ്കിൽ പോയി സൈക്കാട്രിസ്റ്റിനെ കാണാനൊന്നും ഇവർക്ക് പറ്റില്ല. ദാറ്റ് റിസൾട്ട്സ് ഇൻ തിങ്സ് ലൈക്ക് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. ഞാൻ മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജി പേഴ്സ്യൂ ചെയ്യുകയാണ്, ഈ മെൻ്റൽ ഹൈപ്നോട്ടിസം ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് കുറേ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ സാധനങ്ങൾ മറക്കാനൊക്കെ പറ്റുമോ, എന്തെങ്കിലുമൊക്കെ കളയാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
ഒരു വലിയ ഇഷ്യൂ ആണ് ഇവർ ഈ സിനിമയെ കൂടി അഡ്രസ്സ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് ഇഷ്യൂ മാൻ. ഇപ്പോൾ US തന്നെ ലൈക്ക് ലാർജസ്റ്റ് നമ്പർ ഓഫ് മെയിൽ സൂയിസൈഡ്സിൻ്റെയും ഡിപ്രഷൻ്റെ ആങ്സൈറ്റിയുടെ ഒക്കെ റീസൺ ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ആൾക്കാരും കല്യാണം കഴിക്കാൻ റെഡിയില്ല. കാരണം അവരുടെ റെസ്പോൺസിബിലിറ്റീസ് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. ഈ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അൺഎംപ്ലോയ്മെൻറ്റും ഈ AI റെവല്യൂഷനും. ഇപ്പോൾ എൻ്റെ പാരൻറ്റ് കമ്പനി തന്നെ കുറേ ആൾക്കാർ ലേ ഓഫ് ചെയ്തു റീസൺ കാരണം. അപ്പം പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. ദാറ്റ് ഇസ് റിലേറ്റബിൾ ടു ലോട്ട് കൂടെ കാണണം. പ്രൈം റെഫറൻസ് വാസ് ബ്ലാസ്റ്റ്. കാണണം, കാരണം രക്ഷപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ സിനിമയിൽ. ആക്ച്വലി കാസ്റ്റും അത് തന്നെയാണ്, ലൈക്ക് കാസ്റ്റ് ഓഫ് വാഴ 2. കുറച്ച് എക്സിസ്റ്റിംഗ് മുഖങ്ങളുണ്ട്, കുറച്ച് പുതിയ മുഖങ്ങളുണ്ട്. ഐ തിങ്ക് പുതിയ മുഖങ്ങളിൽ രക്ഷപ്പെട്ടാൽ അത്ര നല്ലത്. അവർക്ക് ഇതിൽ കൂടി ഒരു പച്ചത്തുരുമ്പായാൽ 100 കോടി ഒന്നും വേണ്ട, പയ്യന്മാരെ പടം അടിച്ചാക്കിയാൽ മതി. വിനായക് ക്രൈങ് സീൻ. Man, okay, I'm glad that Malayalam movies making a film like this, man. It's nice. ഇതിന് മനസ്സുകൊണ്ട് ഈ സിനിമ ജയിക്കണമെന്ന് കുറേ ആഗ്രഹമുണ്ട്. ഇവർ മാത്രമല്ല, വേറെ കുറേ ആൾക്കാർക്ക് വേണ്ടി. ബിക്കോസ് പല ആൾക്കാരുടെ ഇമോഷനാണ് ഈ സിനിമ കൺവേ ചെയ്യുന്നത്. ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ റെക്കമെൻഡിങ് ദിസ് ട്രെയിലർ, ഫ്രണ്ട്സ് ഓഫ് സമ്മർ. I appreciate this and I love this trailer so far. I'm hit a thumbs up button. And let me know other trailers or movies or something that you want me to react to. And yeah, that's it. If you like these kind of reactions, hit the thumbs up button. I'll let YouTube know you like what you're watching. And I'll see you guys next video. Good night. Bye-bye.